സ്കൂളൊക്കെ തുറക്കായില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻസിനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഓക്കെ പ്ലാനറിനെ കുറിച്ച് ഇട്ടാലോ എന്ന്. ബിക്കോസ് പ്ലാനർ എൻ്റെ ലൈഫിൽ ലാസ്റ്റ് 3 years ആയിട്ട് ഭയങ്കര വലിയ ചേഞ്ചസാണ് ഉണ്ടാക്കിയത്. പ്ലാനർ കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ നല്ലതാണ്. കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ വിചാരിച്ചു. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു ഭയങ്കര പ്രൊക്രാസ്റ്റിനേറ്റർ ആയിട്ടുള്ള ഒരു കുട്ടി ആയിരുന്നു, നോട്ട് റൈറ്റ് നൗ. പിന്നെ ഞാൻ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണുമായിരുന്നു. ബട്ട് ഞാനൊരു 2 to 3 days ഒക്കെ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ സാധാ പോലെ ആവുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ പ്ലാനറിനെ കുറിച്ചൊരു വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ ഞാനൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ, ഭയങ്കര കളേഴ്സിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് എഫക്റ്റീവ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാനറൊക്കെ ഉണ്ടാക്കി. എനിക്ക് സാധാരണ നോട്ട്ബുക്സിലൊന്നും ഉണ്ടാക്കാൻ ഇഷ്ടമല്ലായിരുന്നു, കുറച്ച് നോട്ട്ബുക്സൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മോസ്റ്റ്ലി ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കണമല്ലേ. ഈ പ്ലാനറിൽ ഹാബിറ്റ് ട്രാക്കേഴ്സ്, മൂഡ് ട്രാക്കേഴ്സ്, ഹൈഡ്രേറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതില്ലേ, അതൊക്കെ എന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടു ഡേ ലിസ്റ്റൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യണം എന്നൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കില്ലേ. അപ്പോൾ ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ കളർ ചെയ്യണ്ടേ, ഈ മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുമായിരുന്നു. കാരണം ഓക്കെ ഇന്നത്തെ ദിവസം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു, ഞാൻ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. സോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ ദിവസം നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടെന്ന് നമുക്ക് തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്താൻ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് നമുക്ക് ഒരു മന്ത്ലി ഒക്കെ ആകുമ്പോൾ, ഒരു മന്തൊക്കെ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും നമുക്ക് നമ്മളോടൊരു പ്രൗഡ്നെസ്സും തോന്നും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഇത് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരു ദിവസം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. അങ്ങനെ കുറേ ടിപ്സ്, മോട്ടിവേഷണൽ ടിപ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ഡേ ആക്കാൻ ശ്രമിക്കൂ. ഓക്കെ ബൈ.